आज की हिंदी कक्षा में सभी को स्वागत है। ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും स्वागतम। हिंदी व्याकरण। पिछले कक्षा में हमने भाषा, वर्ण, ध्वनि आदि के संबंध में पढ़ा। आज हम शब्द के वर्गीकरण पर ചർച്ച करेंगे। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാഷ എന്താണെന്നും അതുപോലെ വർണ്ണ, ധ്വനി, അതുപോലെ ശബ്ദത്തിൻ്റെ വർഗീകരണവും നമ്മൾ ജസ്റ്റ് പഠിക്കുകയുണ്ടായി. ശബ്ദത്തെക്കുറിച്ച്, അതിൻ്റെ വർഗീകരണത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. എന്താണ് ശബ്ദമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി നമുക്ക് പറയാം. ശബ്ദം എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുടെ സമൂഹത്തെയാണ് ശബ്ദമെന്ന് പറയുന്നത്. വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം സാർത്ഥകമുണ്ട്, നിരർത്ഥകമുണ്ട്, അർത്ഥമുള്ളതുമുണ്ട്, അർത്ഥമില്ലാത്തതുമുണ്ട്. സാർത്ഥക് ശബ്ദ ഭാഷാ മേ പ്രयोग करते हैं. അർത്ഥമുള്ള ശബ്ദങ്ങളാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ശബ്ദത്തെ अर्थ के आधार पर, व्युत्पत्ति के आधार पर, उत्पत्ति के आधार पर, रूपांतर के आधार पर और प्रयोग के आधार पर वर्गीकरण किया गया है. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ രൂപീകരണത്തിനെ അടിസ്ഥാനപ്പെടുത്തി, ഉദ്ഭവത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ മാറ്റത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ പ്രയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ശബ്ദത്തെ വർഗീകരിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അറിയാം. ആദ്യമായിട്ട് നമുക്ക് അർത്ഥയ്ക്ക് ആധാർ പർ ശബ്ദഭേദ്, അതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വാചക്, लाक्षणिक, व्यंजक. अर्थ के आधार पर शब्द के 3 भेद हैं: वाचक, लाक्षणिक, व्यंजक. ഇനി എന്താണ് വാചക് എന്ന് നമുക്ക് നോക്കാം. जिनका एक मुख्य अर्थ होता है जो सुगमता से समझ में आता है. വാചകം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത, അതിനൊറ്റ ഒരു പ്രധാനപ്പെട്ട അർത്ഥമേ ഉണ്ടാവുള്ളൂ. അതുമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്: രാം, ഗംഗ, കഹാം, ദൗഡന ആദി. രാം എന്ന് പറഞ്ഞാൽ ഒറ്റ മീനിങ്ങേ ഉള്ളൂ, അല്ലേ? ഒരു വ്യക്തിയുടെ പേരാണ്. അതുപോലെ ഗംഗ എന്ന് പറഞ്ഞാൽ ഒറ്റ മീനിങ്ങേ ഉള്ളൂ, നദിയുടെ പേര്, അല്ലേ? അല്ലെങ്കിൽ വ്യക്തിയുടെ പേര്. കഹാം എന്ന് പറഞ്ഞാൽ ഒറ്റ മീനിങ്ങേ ഉള്ളൂ, എവിടെ? ദൗഡന, ഓടുക, ഒറ്റ മീനിങ്ങേ ഉള്ളൂ, അല്ലേ? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വാക്കുകളെയാണ് വാചക ശബ്ദം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. लाक्षणिक, അല്ലേ? लाक्षणिक वे ऐसे शब्द हैं जो मुख्य अर्थ को छोड़कर किसी अन्य अर्थ का सूचना कराते हैं. लाक्षणिक ശബ്ദമെന്ന് പറഞ്ഞാൽ മുഖ്യ അർത്ഥം, അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം വിട്ടിട്ട് മറ്റൊരർത്ഥം തരുന്നതിനെയാണ് ലാക്ഷണിക എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അർത്ഥം ഇല്ലാതെ മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്നതിനെ. വോ ലഡ്ക ഗദ്ദ ഹെ എന്ന ഉദാഹരണം എടുത്തു നോക്കുമ്പോൾ, ആ പയ്യൻ, ആ ബോയ് ഒരു കഴുതയാണ് എന്ന് പറഞ്ഞാൽ ആ ബോയ് ഒരു കഴുതയാണെന്നാണോ? അല്ല, അല്ലേ? അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്. എന്താണ്? ആ പയ്യൻ മണ്ടനാണ്, അല്ലേ? यहाँ गद्दा शब्द का अर्थ जानवर विशेष से न होकर मूर्ख से है. ഇവിടെ ഗദ്ദ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് മൃഗത്തെ സൂചിപ്പിക്കാനല്ല, മണ്ടനെ അല്ലെങ്കിൽ മണ്ടത്തരത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഗദ്ദ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള വാക്കുകളെയാണ്, ശബ്ദത്തെയാണ് ലാക്ഷണിക് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട മുഖ്യാർത്ഥം ചോടുക്കർ, അതിനെ വിട്ടിട്ട് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്നതിനെയാണ് ലാക്ഷണിക എന്ന് പറയുന്നത്. ഇനി അടുത്തത് വ്യഞ്ജക. ഈ ശബ്ദಕ್ಕೆ ना तो मुख्य अर्थ लिया जाता है ना लाक्षणिक. വ്യഞ്ജക എന്ന് പറയുന്ന ഈ ശബ്ദത്തിൽ മുഖ്യ അർത്ഥവും എടുക്കുന്നില്ല, ലാക്ഷണിക അർത്ഥവും എടുക്കുന്നില്ല. ഉൻ ശബ്ദോं से कोई गूढ़ या सांकेतिक अर्थ ही लिया जाता है. അതായത് ഒരു സാങ്കേതിക അർത്ഥമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തോ ഒരു സൂചന മാത്രമാണ് ഈ ശബ്ദത്തിലൂടെ നമുക്ക് ലഭിക്കുക.
ഉദാഹരണം आप बड़े बहादुर हैं. താങ്കൾ വലിയ ധൈര്യശാലിയാണ് അല്ലേ, പരാക്രമി ധീരനാണ് എന്ന് പറഞ്ഞാൽ യഹാ ബഹാദൂർ ബത്താക്കർ ഉസ്കി ഘായരത കി വ്യഞ്ജന കി ജാത്തി ഹെ. ഇവിടെ ബഹാദൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭീരുത്വത്തെയാണ് പ്രകടമാക്കിയത് അല്ലേ. താങ്കൾ വലിയ ബഹാദൂറാണ് എന്ന് പറഞ്ഞാൽ, താങ്കൾ വലിയ ധീരനാണ്, പരാക്രമിയാണെന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലേ, ഭീരുത്വം ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ ഭീരുത്വത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബഡേ ബഹാദൂർ ഹെ അല്ലേ, താങ്കൾ വലിയ ധൈര്യശാലി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലേ, ഭീരുത്വം മറികടന്നു എന്നുള്ളൊരർത്ഥം ഉണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് വ്യഞ്ജക ശബ്ദം എന്ന് പറയുന്നത്. ഈ ശബ്ദಕ್ಕೆ ना तो मुख्य अर्थ लिया जाता है ना ലാക്ഷണിക അർത്ഥമോ മുഖ്യാർത്ഥമോ ഇതിൽ എടുക്കില്ല. ഗൂഢം അതുപോലെ സാങ്കേതിക അർത്ഥം മാത്രമാണ് ഇതിലൂടെ എടുക്കുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് വ്യഞ്ജക ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ശബ്ദം വർഗീകരിച്ചത്. വാചക്, ലാക്ഷണിക്, വ്യഞ്ജക്. വാചകം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥം, അതും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാക്ഷണിക് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അർത്ഥം അല്ലാതെ മറ്റൊരു അർത്ഥം നൽകുന്നതിനെയാണ് ലാക്ഷണിക് എന്ന് പറയുന്നത്. വ്യഞ്ജക് എന്ന് പറഞ്ഞാൽ മുഖ്യ അർത്ഥവുമില്ല ലാക്ഷണിക അർത്ഥവുമില്ല, ഒരു സൂചന നൽകുന്ന വാക്കുകളെയാണ് വ്യഞ്ജകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തടിസ്ഥാനത്തിലാണ് അടുത്ത ശബ്ദങ്ങളെ വർഗീകരിച്ചതെന്ന് നമുക്ക് നോക്കാം. വ്യുത്പത്തി, അതായത് ബനാവട്ട് കെ ആധാർ പർ, രൂപീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അടുത്തത് തരംതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേർതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ റൂട്ട്, യൗഗിക്, യോഗ-रूट. व्युत्पत्ति अथवा बनावट के आधार पर शब्द के 3 भेद हैं: रूट, यौगिक, योग-रूट. ഇനി എന്താണ് റൂട്ട്? നമുക്ക് ആദ്യമായിട്ട് യൗഗിക് ശബ്ദം എന്താണെന്ന് നോക്കാം. वे शब्द जो 2 या 2 से अधिक शब्दों या शब्दांशों से बने हो और शब्दों को अलग करने पर उनका अलग अलग अर्थ भी निकलता हो, यौगिक शब्द कहलाते हैं. यौगिक शब्द എന്ന് പറഞ്ഞാൽ 2 या 2 से अधिक शब्दों या षड्भंशों से बने हो, രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ ശബ്ദാംശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ശബ്ദമാണ് യൗഗിക ശബ്ദം. അതിനെ അലഗ് കർണേ പർ, അതിനെ വേർതിരിച്ച് കഴിഞ്ഞാൽ ഒരർത്ഥം ലഭിക്കും. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് യൗഗിക് ശബ്ദം എന്ന് പറയുന്നത്. അതായത് രണ്ടോ അധികമോ ശബ്ദങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ശബ്ദാംശങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നു. അതിനെ വേർതിരിച്ചെഴുതുമ്പോൾ രണ്ടിനും അർത്ഥവും ഉണ്ടാകും. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് യൗഗിക് ശബ്ദം എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഇവിടെ റസോയി അധികം ഘർ സിക്കൽ ടു റസോയി ഘർ. റസോയി എന്ന് പറഞ്ഞാൽ കിച്ചൺ, ഘർ എന്ന് പറഞ്ഞാൽ ഹോം. റസോയി ഘർ എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് അർത്ഥം. അതുപോലെ വിദ്യ അധികം ആലയ് പ്ലസ് വിദ്യാലയ്. വിദ്യ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ശിക്ഷ എന്നുള്ള അർത്ഥമാണ്. അതുപോലെ ആലയ്, അതിൻ്റെ ആലയം. വിദ്യാലയ് എന്നൊറ്റ വാക്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനെ വേർതിരിച്ചിരിക്കുമ്പോൾ, റസോയിഗറിനെ വേർതിരിക്കുമ്പോൾ രണ്ട് ശബ്ദങ്ങൾക്കും മീനിങ് ഉണ്ട്. അതുപോലെ വിദ്യാലയനെ വേർതിരിക്കുമ്പോൾ, പിരിച്ചെഴുതുമ്പോൾ 2 ശബ്ദങ്ങൾക്കും അർത്ഥമുണ്ട്. അതുപോലെ ദേവാലയ്, ദേവ് പ്ലസ് ആലയ് അല്ലേ. അപ്രകാരമുള്ള വാക്കുകളെയാണ് യൗഗിക് ശബ്ദം എന്ന് പറയാം. 2 ശബ്ദങ്ങൾ, 2 അതിലധികമോ ശബ്ദങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നു. അതിനെ വേർതിരിച്ച് എഴുതുമ്പോൾ അതിന് അർത്ഥവുമുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് യൗഗിക് ശബ്ദം എന്ന് പറയുന്നത്. അടുത്തത് റൂട്ട്. रूट शब्द എന്ന് പറഞ്ഞാൽ वे शब्द जिनके घंट नहीं किया जा सकते हो और यदि किया जाए तो कोई अर्थ नहीं निकलता हो, ऐसे शब्द
റൂട്ട് ശബ്ദ कहलाते हैं. റൂട്ട് ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഖണ്ഡിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അഥവാ ഖണ്ഡിക്കാൻ ആണെങ്കിൽ തന്നെ അതിനെ പിരിച്ചെഴുതുകയാണെങ്കിൽ തന്നെ ഒരർത്ഥവും ലഭിക്കില്ല. അപ്രകാരമുള്ള ശബ്ദത്തെയാണ് റൂട്ട് ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. ഖൽ ഖൽ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ പിരിച്ചെഴുതുകയാണെങ്കിൽ ഖ പ്ലസ് ല, രണ്ട് വർണ്ണങ്ങൾക്കും മീനിങ് ഇല്ല അല്ലേ. അപ്പോൾ അപ്രകാരമുള്ള വാക്കുകളെയാണ് റൂട്ട് ശബ്ദം എന്ന് പറയുന്നത്. അതുപോലെ ഘർ, പുസ്തക്, കപ്പട, ഹാത്ത് തുടങ്ങിയവ. അപ്പോൾ ഈ കപ്പടയും ഹാത്തും ഒക്കെ നമ്മൾ പിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മീനിങ്ങും കിട്ടത്തില്ല, നമുക്ക് ഖണ്ഡിക്കാൻ സാധിക്കില്ല. അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് റൂട്ട് ശബ്ദം എന്ന് പറയുന്നത്. അടുത്തത് योग रूट. योग रूट वे शब्द है जो यौगिक तो है किंतु सामान्य अर्थ को न प्रकट कर किसी विशेष अर्थ को प्रकट करते हैं. योग रूट कहलाते हैं. योग रूट ശബ്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമാന്യ അർത്ഥം പ്രകടിപ്പിക്കാതെ ഒരു വിശേഷപ്പെട്ട അർത്ഥം പ്രകടമാക്കുന്നതിനെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. ഉദാഹരണം പങ്കജ്, ദശാനൻ. ഇവിടെ പങ്കജ് എന്ന് പറയുന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്. പങ്ക് അധികം ജ. ശരിക്കും പങ്കജ് എന്ന് പറഞ്ഞാൽ കീജടമേ ഉത്പന്ന ഹോനേവാല, ചെളിയിൽ ഉണ്ടാകുന്ന എന്നാണ് അർത്ഥം. സാമാന്യ അർത്ഥമേ പ്രചലിത ന ഹോക്കർ കമൽ കെ അർത്ഥമേ റൂട്ട് ഹോ ഗയാ ഹെ. പക്ഷേ പങ്കജ് എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം. ശരിക്കത്തെ അർത്ഥം കീജടമേ ഉത്പന്ന ഹോനേവാല, അതിൻ്റെ സാമാന്യ അർത്ഥമാണത്. പക്ഷേ അതിൻ്റെ ഉപയോഗിക്കുന്നത് താമരയായിട്ടാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇസി പ്രകാർ ദശാനൻ. ദശാനൻ എന്ന് പറഞ്ഞാൽ ശരിക്കും 10 മുഖ് എന്നാണ് അർത്ഥം. പക്ഷേ രാവണനെ സൂചിപ്പിക്കുന്ന ശബ്ദമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു, ദശാനൻ. ദശ് എന്ന് പറഞ്ഞാൽ 10 10, അതുപോലെ ആനൻ എന്ന് പറഞ്ഞാൽ മുഖമാണ് അർത്ഥം. പക്ഷെ അങ്ങനെ അർത്ഥമാക്കാതെ രാവണൻ എന്നാണ് അർത്ഥം, 10 മുഖമുള്ള രാവണൻ. അപ്പോൾ ഇങ്ങനെ പ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. അതിൻ്റെ സാമാന്യ അർത്ഥം വിട്ടിട്ട് ഒരു പ്രത്യേക അർത്ഥം പ്രകടിപ്പിക്കുന്നതിനെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഭേദങ്ങളും നമ്മൾ പഠിച്ചു. അതായത് വ്യുത്പത്തി അല്ലെങ്കിൽ ബനാവട്ട്, രൂപീകരണത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശബ്ദത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. രൂഢ്, യൗഗിക്, യോഗരൂഢ്. യൗഗിക് ശബ്ദം എന്ന് പറഞ്ഞാൽ वे शब्द जो 2 से अधिक शब्दों से बने हो, अलग करने पर अलग अर्थ भी मिलता है, ऐसे शब्द योगी शब्द हैं. और रूढ़ शब्द जो है जिसका खंड नहीं किया जा सकता और अगर खंडन करेंगे तो उसका कोई अर्थ भी नहीं होता, ऐसे शब्द रूढ़ है. और योग रूढ़ जो है सामान्य अर्थ को न प्रकट कर किसी विशेष अर्थ प्रकट करता है, उसे योग रूढ़ कहते हैं. अगला है उत्पत्ति के आधार पर शब्दभेद. ഉദ്ഭവം, എവിടെയാണത് ഉദ്ഭവിച്ചത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ശബ്ദത്തെ വർഗീകരിച്ചിരിക്കുന്നത്. ഉത്പത്തിക്ക് ആധാർ पर शब्द के 4 भेद हैं. തത്സം, തദ്ഭവ്, ദേശജ്, വിദേശി. ഇങ്ങനെ 4 ഭേദങ്ങളാണ് ഉള്ളത് ഉത്പത്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്താണ് തത്സം? तत्सम शब्द वे शब्द है जो संस्कृत भाषा के हैं और ज्यों का त्यों हिंदी में प्रचलित हैं. തത്സം ശബ്ദം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ നിന്ന് വരുന്നതാണ്. അതെങ്ങനെയാണോ അങ്ങനെ തന്നെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തത്സം ശബ്ദങ്ങളാണ് അഗ്നി, നഖ്, മുഖ്, കൃഷ്ണ, ക്ഷേത്ര, വായു തുടങ്ങിയവ. അതായത് സംസ്കൃത ഭാഷയിൽ നിന്ന് ഹിന്ദിയിലേക്ക് വന്ന ശബ്ദങ്ങളാണ് തത്സം ശബ്ദം. അതുപോലെ തദ്ഭവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജോ സംസ്കൃത ഭാഷ കെ ഹെ ഒരു പരിവർത്തിത ഹോക്കർ ഹിന്ദി മേ പ്രചലിത് ഹെ. ഇത് സംസ്കൃത ഭാഷയിൽ നിന്ന് തന്നെയാണ് ഇതും വരുന്നത്, പക്ഷേ ചില മാറ്റങ്ങളോട് കൂടിയാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. അപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് തദ്ഭവ് എന്ന് പറയുന്നത്. തത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്ന് വരുന്നു, പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു.
തദ്ഭവം എന്ന് പറഞ്ഞാൽ മാറ്റത്തോടു കൂടി സംസ്കൃതത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് വരുന്ന ശബ്ദങ്ങൾ. ഉദാഹരണം ആഗ്, നാഖൂൻ, മുഹ്, റാത്ത്, ഗാവ്, ഹാത്ത്, സൂരജ് തുടങ്ങിയവ. അടുത്തത് ദേശജ്. ദേശജ് എന്ന് പറഞ്ഞാൽ ജോ അപ്നെ ഹി ദേശ് മേ ബോൽചാൽ സെ ബനെ ഹെ. ദേശജ് ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് തന്നെ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ദേശ ശബ്ദം എന്ന് പറയുന്നത്. ചിടിയ നമ്മുടെ രാജ്യത്തെ സ്വന്തം ശബ്ദങ്ങൾ. ചിടിയ, കപ്പട, കിടക്കി, ഗാഡി തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് വിദേശി. जो शब्द अंग्रेज़ी, फ्रेंच, अरबी, फ़ारसी आदि विदेशी भाषाओं से आए हैं उन्हें विदेशी शब्द कहते हैं. വിദേശി എന്ന പേര് തന്നെയുണ്ട് അല്ലേ. വിദേശത്തു നിന്ന് വന്ന വിദേശി ഭാഷകളിൽ നിന്ന് വന്ന ശബ്ദങ്ങൾ, അംഗ്രേസി, അതുപോലെ ഫ്രഞ്ച്, അറബി, ഫാർസി തുടങ്ങിയ വിദേശി ഭാഷകളിൽ നിന്ന് വന്ന ശബ്ദങ്ങളെയാണ് വിദേശി ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണം കിതാബ്, ജില്ല, ട്രെയിൻ, കുഷ്, ദർവാസ, കാർ തുടങ്ങിയവ ഒക്കെ ഈ വിദേശി ശബ്ദങ്ങളാണ്. ഒരുപാടുണ്ട്, ഇവിടെ വളരെ കുറച്ച് മാത്രം ഉദാഹരണങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉത്പത്തിക്ക്, അതായത് ഉദ്ഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശബ്ദത്തെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ ഹിന്ദിയിൽ വന്ന ശബ്ദങ്ങൾ, അതിനെയാണ് തത്സം എന്ന് പറയുക. തദ്ഭവം എന്ന് പറഞ്ഞാൽ ചില മാറ്റങ്ങളോടുകൂടി സംസ്കൃതത്തിൽ നിന്ന് വന്ന ശബ്ദങ്ങൾ. അതുപോലെ ദേശജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് ഉപയോഗിക്കുന്ന സാധാരണ ശബ്ദങ്ങൾ. അതുപോലെ വിദേശം എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വന്ന ശബ്ദങ്ങൾ. അടുത്തത് രൂപാന്തർ കെ ആധാർ പർ ശബ്ദഭേദ്. മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി ശബ്ദത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വികാരി, അവികാരി. എന്താണ് വികാരി? जिन शब्दों में लिंग, वचन, कारक आदि के अनुसार विकार अथवा परिवर्तन होता है उन्हें विकारी शब्द कहते हैं. അതായത് നമ്മളൊരു ശബ്ദം വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അവിടെ ജെൻഡർ, നമ്പർ, കേസ് തുടങ്ങിയവയ്ക്കനുസരിച്ച് ആ ശബ്ദത്തിന് മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നതിനെ, പരിവർത്തന ആने वाले शब्दों को विकारी शब्द कहते हैं. അതുപോലെ അവികാരി ശബ്ദം. जिन शब्दों में लिंग, वचन, कारक आदि के अनुसार विकार अथवा परिवर्तन नहीं होता है उन्हें अविकारी शब्द कहते हैं. അതായത് ജെൻഡർ, നമ്പർ, കേസ് തുടങ്ങിയവ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ അതിനെയാണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ രൂപാന്തരക്ക് ആധാർ പർ മാറ്റത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ശബ്ദത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, വികാരിയും അവികാരിയും. അവികാരിക്ക് അവ്യയെന്നും നമുക്ക് പറയാം. परिवर्तन आने वाले शब्दों को विकारी शब्द कहते हैं. परिवर्तन न आने वाले शब्दों को अविकारी शब्द या अव्यय कहते हैं. അടുത്തത് പ്രയോഗ के आधार पर शब्दभेद. പ്രയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി, ഭാഷയിൽ നമ്മൾ പ്രയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശബ്ദത്തെ 8 തരംതിരിച്ചിട്ടുണ്ട്. സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ, ക്രിയാവിശേഷൻ, സംബന്ധബോധക, സമുച്ചയബോധക, വിസ്മയാദിബോധക. ഇങ്ങനെ 8 തരംതിരിച്ചിട്ടുണ്ട് ശബ്ദത്തെ. അതിൽ ഈ 4 സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ ഒക്കെ വികാരി ശബ്ദങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് ഇപ്പോൾ സംജ്ഞയുടെ ഡെഫിനിഷൻ, സർവനാമിൻ്റെ ഡെഫിനിഷൻ, വിശേഷണിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ ക്രിയയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പരിഭാഷ എഴുതുന്ന സമയത്ത് ഏക്ക് വികാരി ശബ്ദ ഹെ എന്ന് എഴുതിയിട്ട് വേണം അതിൻ്റെ പരിഭാഷ എഴുതാൻ. അതായത് ലിംഗ്, വചൻ, कारक के अनुसार परिवर्तन आने वाले शब्दों को विकारी शब्द कहते हैं. यहाँ संज्ञा, सर्वनाम, विशेषण, क्रिया विकारी शब्द है.
അതുപോലെ ക്രിയാവിശേഷൻ സംബന്ധ ബോധക സമുച്ചയ ബോധക വിസ്മയാദി ബോധകമൊക്കെ അവികാരി ശബ്ദ ഹെ, മാറ്റങ്ങൾ വരുന്നില്ല. അപ്രകാരമുള്ള ശബ്ദങ്ങളാണ് ക്രിയാവിശേഷൻ സംബന്ധ ബോധക സമുച്ചയ ബോധക विस्मयादि बोधक. अब प्रयोग के आधार पर शब्दों के भेद हमने पढ़ा. अगले कक्षा में हम संज्ञा, सर्वनाम, विशेषण, क्रिया, क्रिया विशेषण, संबंध बोधक, समुच्चय बोधक, विस्मयादि बोधक आदि पढ़ेंगे. आशा करता हूँ आप लोगों को आज की कक्षा समझ में आया है. आज हम शब्दों के भेदों पर और उसके आधार पर चर्चा किया है. कितने आधार थे देखेंगे. अर्थ के आधार पर, व्युत्पत्ति यानी बनावट के आधार पर, उत्पत्ति के आधार पर, रूपांतर के आधार पर, प्रयोग के आधार पर हम पढ़ा. तो आज की कक्षा यहाँ समाप्त करता हूँ. धन्यवाद.